But they who wait for the Lord shall renew their strength. They shall mount up with wings like eagles. They shall run and not be weary. They shall walk and not faint. Isaiah chapter 40, verse 31. We begin with the sign of the cross. In the name of the Father, and of the Son, and of the Holy Spirit. ദൈവാത്മാവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ അങ്ങ് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മ പെട്ടവരിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിലെ ഉദരഫലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തം അറിയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. യേശു എന്ന ഏകനായ ദൈവം തമ്പുരാനെ, നിന്റെ തിരുസന്നിധിയില് എല്ലാ ശനിയാഴ്ചയും 9:30 മണിക്ക് ഇന്ത്യൻ സമയത്ത് വിശുദ്ധ മറിയം വീടിന്റെ പേരില് സുവിശേഷ മേഖല നിൽക്കുന്നതിന്റെ മക്കളെല്ലാം അനേകരുടെ രക്ഷയ്ക്കും അനുഗ്രഹത്തിനുമായി നിനക്ക് നന്ദി അർപ്പിക്കുവാനും നിന്നെ ആരാധിക്കുവാനും നിന്റെ വചനം കേൾക്കുവാനും കർത്താവെ അങ്ങനെ അനുഗ്രഹീതനും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാനും കൂടുന്ന ഈ പ്രാർത്ഥനാ യോഗത്തെ നീ അനുഗ്രഹിക്കട്ടെ. നീ മാത്രമായിരിക്കട്ടെ. ഇതിന്റെ പ്രകാശവും ഇതിന്റെ ആലോചനയും ഇതിന്റെ വചനവും ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം നാഥ നിന്റെ കരങ്ങളില് ഈ പ്രാർത്ഥനാ യോഗത്തെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് കണ്ണുനീരാറ് ഞാൻ വിതച്ചു, ആർപ്പോടെ ഞാൻ കൊയ്യുമെന്ന പ്രകാരം ഈ മക്കളെല്ലാം അനുഗ്രഹത്തിന്റെ വലിയ ഫലം കൊയ്യുന്ന മക്കളായി തീരട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. Psalms 121. I lift up my eyes to the hills, from where does my help come? My help comes from the Lord who made heaven and earth. He will not let your foot be moved. He who keeps you will not be slumber. Behold, he who keeps Israel will neither slumber nor sleep. The Lord is your keeper, the Lord is your shade on your right hand. The sun shall not strike you by day, nor the moon by night. The Lord will keep you from all evil. He will keep you alive. The Lord will keep your going out and your coming in from this time forth and forevermore. Amen. This is the word of the Lord. Thanks be to God. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവറി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവ്വതും നീക്കിയെങ്കിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ വേദന സർവ്വവും നീക്കിയെങ്കിൽ പുതുജീവൻ പകർന്നവനാം. എന്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. രോഗത്തിൽ
വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. സാംസ് 91. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂലുകൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലിലും അണനുമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമാനെയും വിരിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോർ. Let us pray. Abba, Father, we bow our heads before your throne of praise in all humility, to worship you, to praise you. In faith, we believe in the word of the Lord that is so powerful. As in Jeremiah 33:3, call unto me, and I will answer thee, and show thee great and mighty things which thou knowest not. With hope and gratitude, we gather as a family for your amazing power and blessings in our lives. Help us to fix our eyes and our hearts to you do your will and to serve the poor and the homeless. Week after week, we come with one bent of mind for the needs of others and for all the families and for our St. Mary and Vishuddha home. Thank you, Master, for protecting us all under your divine wings. The people of Israel cried and prayed unto the Lord, and you answered all their prayers. It is you, my Lord, who leads and directs our life. Hallelujah. Master, we call unto you with trustful faith for this Vishuddha home, this vision that you have given to our dear Paulus Sachin. In all his true dedication, may this mission be fulfilled with your mighty power and grace. This power that raised Lazarus from the grave and made the lame walk, may this your home for the abandoned, the destitutes and the have-nots be a beacon of light and a place of comfort and consolation, and stand as a testimony of your true love to glorify your precious name. Nothing is too difficult for you, Lord. May the living word of God go deep into our hearts, inspiring in us the true spirit of giving and sharing, enabling us to continue and complete the mission of our Vishuddha home. We submit this our St. Mary and Vishuddha home into your loving hands. Master, bless all those who are supporting us for this noble cause and all our donors giving generously for all our needs. May our free community kitchen satisfy the greatest hunger of mankind. May every hand that prepares a food and every heart that gives be blessed. We pray for all our ardent sponsors for the one-day meal and for the home and for all our rice requirements for the month. We pray for our dear Trimeni and all our dear Achins who lead us in prayer, and for the Holy Kurbana at St. Joseph's Chapel, Thrissur. We pray for all our life members, all our well-wishers from other communities and other religions, for the loving support to our home. May they be blessed for the continued support and help. We uphold all our dear doctors and nurses for the charitable and caring services to all our residents. We pray for all our dear providers and all our staff members who tirelessly serve with such true commitment and affection to all the members of our Vishuddha home. We pray that you bless all our ardent members
who help us in our monthly magazine and in our online media postings, creating a great impact to serve and help the poor and the abandoned. We may all our prayer warriors be blessed with your grace. We submit all our dear families in your loving hands. We pray for all those who are sick and those who are in need of our prayers. Touch them, Lord, and bless them. Loving Father, may the Holy Spirit guide and bless us in the completion of all our ongoing projects. Our palliative care hospital, a home for the homeless, our retreat center, our ambulance for the needy, our burial center for the poor to our blessed burial, our rice requirement program. All this is going to happen as a miracle, as in Genesis 21:14, you heard the cry of the child and the tearful prayers of the woman, where in the midst of the terrible drought, you opened a stream of water in the wilderness and saved many lives. Hallelujah. Nothing is impossible with you, Master. This St. Mary and Rishita home is a sign of your everlasting love and compassion for the poor and the abandoned. And this is going to be fulfilled to us with your grace in 2025. Help us, Lord, to face all the hurdles and obstacles that come in the way of our mission home. Thank you, Lord, for answering all our prayers, as this is your promised word. David cried out to you and prayed, and you saved him from the lion's den. You answered the tearful prayers of Elijah. In faith, we trust in the Lord, and may this divine power be with our home. We as a family, we go down on our knees and cry out to you in one bent of mind for all our needs for our Vishuddha home projects. We pray for all those who have celebrated the birthdays and the wedding anniversaries this week. May your divine grace be with them all the days to come. Master, we are strengthened to move forward to receive your blessings. This is your marvelous doing. There is victory in the precious blood of Jesus. You are the Alpha and the Omega, our everlasting living God, our Prince of miracles, O Lord of Abraham, Isaac, and Jacob. Nothing is too difficult for you, Father. Help us, Lord, to be mindful of the needs of others and to give generously and joyfully to the poor. And in doing things, we are fulfilling your will alone, as all that we have is yours and your gift to us. Your divine grace is sufficient for us, Lord. Master, we offer this our tearful prayers in the name of your Son, Jesus Christ, our resurrected Lord, who taught us to love one another as you have loved us. Ego Ire, El Shaddai, Viranam Devam, Alpudha Mandri, Saukya Prabhu, Amen and Amen. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 18 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കെ വന്ന്, സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. അവൻ ഒരു ശിശുവിനെ അടുക്കെ വിളിച്ചു അവൻ അവരുടെ നടുവിൽ നിർത്തി, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയനാകുന്നു. ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തിനെ ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ, അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ താഴ്ത്തി കളയുന്നത് അവന് നന്ന്. ഇടർച്ച ഹേതുവായി ലോകത്തിന് അയ്യോ കഷ്ടം. ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യന് അയ്യോ കഷ്ടം. നിന്റെ കയ്യോ നിനക്ക് ഇടർച്ച ആയാൽ അതിനെ വെട്ടി എറിഞ്ഞുക. 2 കൈയും 2 കാലും ഉള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ മുടന്തനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞു കളക. 2 കണ്ണായി
അഗ്നിയിൽ വീഴുന്നതിനേക്കാൾ ഒറ്റക്കണ്ണനായി ജീവനിൽ കടക്കുന്നത് നിനക്ക് നന്ന്. ഈ ചെറിയവരിൽ ഒരുത്തനെ സ്വീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ 99നെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99ലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമില്ല. എല്ലാവരെയും യേശു ക്രിസ്തു എന്ന ദൈവനാമത്തില് സ്വാഗതം ചെയ്യുന്നു. യേശു നമ്മളോട് സംസാരിക്കട്ടെ. സൃഷ്ടികർത്താവിൻ ശബ്ദവും അവന്റെ മുഖവും കണ്ടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ദൈവാനുഗ്രഹങ്ങള് വീണ്ടും ലഭിക്കുവാൻ, അവന്റെ കരത്തിൽ വരുവാൻ ഈ വചന ശുശ്രൂഷ ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അവന്റെ കൃപയിൽ നിന്ന്, അവന്റെ കാരുണ്യത്തിൽ നിന്ന്, അവന്റെ സ്നേഹത്തിന്റെ പരിധിയിൽ നിന്ന് നമ്മൾ ആരെങ്കിലും ഏത് മേഖലകളിൽ വേർവിട്ടാലും വീണ്ടും അവന്റെ സ്നേഹത്തില്, കാരുണ്യത്തില്, അവന്റെ ദയയില് തിരിച്ചു വന്ന് അനുഗ്രഹത്തിന് നിദാനമായി തീരട്ടെ എന്ന് വീണ്ടും ഓർപ്പിക്കുന്നു. ഇവിടെ മത്തായിയുടെ സുവിശേഷം 18:11 അത് പല ബൈബിളിലും പല രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ യഥാർത്ഥമായിട്ട് ആദ്യമായിട്ട് ബൈബിൾ എഴുതിയതായ, അതായത് പുതിയ നിയമം എഴുതിയതായ അരാമിക്, അതായത് സിറിയക് ഭാഷയിൽ ഉള്ളതായ ബൈബിളാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം ഉപയോഗിക്കുന്നത്. അതൊരു ആരാമ്യ ഭാഷയിൽ നിന്ന് ഒറിജിനൽ ട്രാൻസ്ലേഷൻ ആണെന്ന് ഓർപ്പിക്കുന്നു. അതിൽ 11-ാം വാക്യം ഇങ്ങനെയാണ് ആ ബുക്ക് പഠിപ്പിക്കുന്നത്, ബൈബിൾ പഠിപ്പിക്കുന്നത്: എന്തെന്നാൽ നശിച്ചു പോയതിനെ ജീവിപ്പിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. The Son of Man has come to save the lost soul. ഇതാണ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്നത്. ഇവിടെ യേശു അതിനുശേഷം പറയുന്ന കാര്യമുണ്ട്. 100 ആടുകളുടേതായ കഥ പറയുകയാണ്. 100 ആടുകളിൽ ഒരാട് നഷ്ടപ്പെട്ടാൽ 99നെയും അവിടെ വിട്ടിട്ട് നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടുന്ന ദൈവത്തെയാണ് ക്രിസ്തുവില് ഞാനും നിങ്ങളും കാണുന്നത്. അതത്ര യോഹന്നാന്റെ സുവിശേഷം 3:16 പഠിപ്പിക്കുന്നത്: അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കുവാൻ തന്റെ ഏകജാതന ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ദൈവം മനുഷ്യരായി അവതരിച്ച് നമുക്ക് വേണ്ടി മരിച്ചത് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ ലഭിക്കേണ്ടതാണ്. ഇത് നഷ്ടപ്പെട്ട മക്കൾക്ക് തേടി വന്ന ദൈവസ്നേഹമാണ് കുരിശെങ്കില് ഞാനും നിങ്ങളും കാണുന്നത്, അല്ലെങ്കിൽ ഞാനും നിങ്ങളും ആസ്വദിക്കുന്നത് എന്നോർപ്പിക്കുകയാണ്. ആൻഡ് ക്വിക്കസ്റ്റ് അവിടെ യോനായുടെ പുസ്തകം 3:1 പറയുന്നത് 2-ാം ദിവസവും യോനയോട് ദൈവം സംസാരിച്ചു എന്നാണ്. ആദ്യം സംസാരിച്ചിട്ട് അവൻ കേട്ടില്ല, രണ്ടാമത് സംസാരിച്ചപ്പോഴേ കേട്ടു. അപ്പോൾ 3 ദിവസത്തെ വഴി നടന്നാലാണ് നിനിവേ പട്ടണം മുഴുവൻ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ 40 ദിവസത്തിനുള്ളിൽ നിനിവേ പട്ടണം നശിപ്പിക്കുമെന്നതായ വചനം യോന പുറപ്പെട്ടു പറയുകയാണ്. അത്ഭുതകരമായി 1,20,000 ജനത ഒറ്റ നിമിഷം കൊണ്ട് അവിടെ മാനസാന്തരപ്പെട്ട യേശുവിന് വരികയാണ് ഉണ്ടായത്. പക്ഷെ 4:11 പറയുന്നത് ഇതിനു ശേഷം മാനസാന്തരപ്പെട്ട നിനിവേ പട്ടണത്തിൽ ജനതയെ മറന്ന യോന ഒരു മരത്തിന്റെ കീഴില് അല്പം വെയിൽ കൊണ്ടപ്പോ ഇരുന്നപ്പോൾ തണൽ വരാനായിട്ട് ദൈവം മരം വളർത്തി തണൽ കൊടുത്തു. നെക്സ്റ്റ് ഡേ അത് നശിച്ചു പോയി.
അപ്പോൾ യോന മരിക്കുന്നത് എനിക്ക് നല്ലത്, ജീവിക്കുന്നതിനേക്കാൾ എന്ന് പറയുകയാണ്. കാരണം ഒരു ദിവസം കൊണ്ട് മുളച്ചു വന്ന ഒരു മരം, അതിൻ്റെ ഇലകളെല്ലാം നശിച്ചപ്പോൾ യോനയ്ക്ക് അത്ര ദുഃഖമുണ്ടായി എങ്കിൽ 11-ാം വാക്യം യേശു ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് യേശുവിനെ പറ്റി നമ്മൾ പഠിക്കുന്നത് ആരും നശിച്ചു പോകാൻ ഇഷ്ടമില്ല, അവരെ തേടി വന്ന ദൈവത്തെയാണ്. ഐ കൺക്ലൂഡ് ദിസ് നമ്മുടെ ഹോമില് ആദ്യമുണ്ടായിരുന്ന ആന്റണി, അവിടുത്തെ അധികം വഴിവക്കിലിരുന്ന ശക്തൻ തമ്പുരാൻ തൃശ്ശൂരത്തെ ബസ് സ്റ്റാൻഡിൽ ഇരുന്നതാണ്. തേടി പിടിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ മുറിവ് കെട്ടി നമ്മുടെ മക്കൾ വളരെ അനുഗ്രഹത്തോടെ ശുശ്രൂഷിച്ച് ആരോഗ്യം വന്നപ്പോൾ അദ്ദേഹം പുറത്തുപോയി. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അച്ഛൻ കണ്ടു, ഈ ചുവന്ന മണ്ണിൽ നിന്നുള്ള ജോബ് ഒരു യൂട്യൂബ് ആരോ അയച്ചു തന്നു. ഞാൻ വേറെ വിഷയമൊന്നും കാണാറില്ല. അപ്പൊ അയച്ചു തന്നത് കൊണ്ട് നോക്കിയപ്പോൾ ഈ ജോബ് എല്ലാ വർഷവും തുണി കൊണ്ട് കൊടുക്കും. അദ്ദേഹം മഴയത്ത് ഇങ്ങനെ ഒരു മനുഷ്യൻ മുറിവ് ഒലിച്ച് മണമുള്ള മനുഷ്യന്റെ അടുത്ത് ജോബ് തുണി കൊണ്ട് കൊടുക്കുന്നതായ യൂട്യൂബാണ് കണ്ടത്. അപ്പൊ തന്നെ ഞാൻ അയച്ചു കൊടുത്തു ജോസൂട്ടിക്കും അവിടെയുള്ളവർക്കെല്ലാം. അവര് പോയി നോക്കിയപ്പോൾ ഇങ്ങനെ മണമുള്ളതായ, അതായത് പൊട്ടി ഒലിക്കുന്ന കാലാണ് കണ്ടത്. അവിടെ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡില് മഴയത്തിരിക്കുന്നത്. അപ്പൊ എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വി സ്റ്റാൻഡ് ഫോർ ദിസ്. നഷ്ടപ്പെട്ടവരെ തേടിയുള്ളതായ യാത്രയാണിത്. ഏത് വേദനകളും കഷ്ടപ്പെടുന്ന മക്കൾക്ക് അഭയം കൊടുക്കുന്നവർ എടുത്തുകൊണ്ട് വന്ന് എത്ര ത്യാഗം കഴിച്ചാലും നോക്കണമെന്ന്. വി ബ്രോട്ട് ഹിം ബാക്ക്, വി ടുക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ. മുറിവ് കെട്ടി ഇപ്പൊ നമ്മുടെ ഹോമിലുണ്ട്. സോ അഗെയിൻ ഐ സേ, വീട്ടില് ചേട്ടനെല്ലാം ചെറിയ പ്രായത്തില് പുറപ്പെട്ടു പോയപ്പോൾ അമ്മ ഒരു മരണ വീട്ടിലെ സങ്കടമായിരുന്നു അന്ന് എൻ്റെ വീട്ടിലെല്ലാം. ചേട്ടനെ കണ്ടെത്തുന്ന മാതിരി നിങ്ങൾ കേട്ടിട്ട് കാണും. 76-ല് വിജയൻ എന്ന് പറഞ്ഞത് ആ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനെ കക്കയം ക്യാമ്പിൽ വെച്ച് അരച്ചു കൊന്നു എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ബോഡി എവിടെ അടക്കിയെന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും തൃശ്ശൂരാണ്, ഈശ്വര വാര്യരാണ്. അദ്ദേഹത്തിന്റെ അമ്മയും ഈ മകൻ തിരിച്ചു വരുന്നവരെ, അമ്മ മരിക്കുന്നവരെ എന്നും വൈകിട്ട് ഫുഡ് ഉണ്ടാക്കി കഞ്ഞി മകന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഈശ്വര വാര്യർ മരിക്കുന്നവരെ അദ്ദേഹത്തിന്റെ വീടിന്റെ വാതിൽ അടച്ചിട്ടില്ല, തുറന്നു തന്നെയാണ് ഇട്ടിരുന്നത്. ഇതൊരു മനുഷ്യൻ നഷ്ടപ്പെട്ട മകനെ സംബന്ധിച്ചാണ് എങ്കിൽ നമ്മുടെ ഉണ്ടാക്കിയ സൃഷ്ടികർത്താവ് എത്ര അധികമായി എന്നെയും സ്നേഹിക്കുന്നു, കരുതുന്നു. അതുകൊണ്ട് ഈ സ്നേഹവലയത്തിൽ ആരെങ്കിലും വേർപെട്ടിട്ടുണ്ടെങ്കിൽ, ഇന്ന് എൻ്റെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ സ്നേഹവലയത്തില് വീണ്ടും അവൻ 100 ആടുകളെ നഷ്ടപ്പെട്ട ആടിനെ ചുമലിലേറ്റുന്ന മാതിരി ഇപ്പോൾ ഏറ്റി അവന്റെ കൂട്ടത്തിൽ വരുത്തുന്നതായി തോന്നുന്നു. നമ്മുടെ തലകളെ വണക്കി ഒരു മിനിറ്റ് ധ്യാനിക്കാം. യേശുവേ, ഞാൻ നിന്റെ സ്നേഹവലയത്തിൽ നിന്ന് ഓടിപ്പോയവരാണ്, നഷ്ടപ്പെട്ടവരാണ്. പക്ഷെ ഇന്ന് ദൈവമേ, നിന്റെ വചനം, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ട ആത്മാക്കളെ തേടിയത്രേ. അപ്രകാരം ഞങ്ങൾ ഈ നിന്റെ ചുമലില് വഹിക്കട്ടെ നാഥ. രോഗമാകാം, നിന്റെ ഏതെങ്കിലും നഷ്ടപ്പെട്ട ശാപമാകാം, ാകാം എല്ലാത്തിൽ നിന്നും ഞങ്ങളെ കോരിയെടുക്കുന്ന ദൈവം നിന്റെ ചുമലില് ഈ മക്കളെയും ഏറ്റെടുക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും മേഖലയുടെ കൃപയും ദൈവാത്മാവിൽ നിറഞ്ഞ ദൈവമേ, ഈ പ്രാർത്ഥനാ മീറ്റിംഗിൽ ഇതിനി കേൾക്കുന്നവര് അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കളിലും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.